ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കക്കയിറച്ചി കൊണ്ടുള്ള ഒരു തോരനാണ്. ഇത് വലിയ കക്കയിറച്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായി വെക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേക്കും കക്കയിറച്ചിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇത് നല്ല പോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടികളൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. സവാള ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കക്കയിറച്ചിയിലേക്ക് ആ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ തേങ്ങാപ്പീര ചേർത്തിട്ടുള്ളത്. വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഒരല്പം പെരിഞ്ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പോലെ 2-3 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും കക്കയിറച്ചിയൊക്കെ നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരും. ഈ ഒരു തോരനിൽ കുരുമുളകിൻ്റെ ഒരു എരിവൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കക്കയിറച്ചി തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.